ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞു. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത്. അതിനുള്ള എല്ലാ തന്ത്രങ്ങളും BJPയുടെ അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അതേസമയം BJPയിൽ മതന്യൂനപക്ഷങ്ങൾ ചേരുന്നതിനോട് അസഹിഷ്ണുതയോടെയാണ് CPM-ഉം കോൺഗ്രസും പെരുമാറുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് ന്യൂനപക്ഷങ്ങൾ BJPയോട് അടുക്കുകയാണെന്നും തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശിച്ച സ്നേഹയാത്രയ്ക്ക് മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വൈദികൻ ഉൾപ്പെടെ BJPയിൽ ചേർന്നിരുന്നു. BJPയിൽ ചേർന്ന വൈദികനെയും സ്നേഹസംഗമത്തിൽ ആശംസ നേർന്ന വൈദികനും മോശമായ രീതിയിലാണ് കോൺഗ്രസും CPM-ഉം അവഹേളിക്കുന്നത്. മോദിയുടെ തൃശൂർ സന്ദർശനം ചരിത്രം സൃഷ്ടിക്കും. അയോധ്യയിലെ രാമക്ഷേത്രത്തെ മതധ്രുവീകരണത്തിന് ഉപയോഗിക്കുകയാണ് കോൺഗ്രസും CPM-ഉം. എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് അധികം ആയുസ്സുണ്ടാവില്ലെന്ന് ഇവർ തിരിച്ചറിയണം. BJP ഏറ്റവും പ്രഗത്ഭരായവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റാകും പുറത്തിറക്കുക. UDF-ലെ 19 MP-മാരും നിർഗുണ പരബ്രഹ്മങ്ങളാണ്. LDF-ന്റെ ആരിഫിനാണെങ്കിൽ പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല. 50 സീറ്റിൽ പോലും തികയാനാവാത്ത രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തുകൊണ്ടോ ചരിത്രത്തിൽ ഇല്ലാത്ത CPM-ന് വോട്ട് ചെയ്യുന്നത് കൊണ്ടോ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. ഹാട്രിക് വിജയത്തിലേക്ക് പോകുന്ന നരേന്ദ്രമോദി സർക്കാരിൽ പങ്കാളിത്തം ഉറപ്പാക്കാനാണ് മലയാളികൾ ശ്രമിക്കേണ്ടത്. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നവർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. കേരളത്തിലും ദക്ഷിണേന്ത്യയിലും BJPയുടെ അടിത്തറ വർദ്ധിപ്പിക്കാൻ നല്ല പരിശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വികസനം ഉറപ്പുവരുത്താൻ മോദിയും ശ്രമിക്കുന്നു. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനം സെക്രട്ടറി ഫാദർ ഷൈജു കുര്യൻ ഉൾപ്പെടെ 50ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം BJPയിൽ ചേർന്നിരുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്നുള്ള നിരവധി പേരും BJPയിൽ അംഗത്വം എടുത്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ BJP പ്രവേശനം. തൃശൂരിൽ നടന്ന മറ്റൊരു പരിപാടിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്ന് ജില്ലാ സെക്രട്ടറി മാനിഷ് കുമാർ ഉൾപ്പെടെ നിരവധി പേരും BJPയിൽ ചേർന്നിരുന്നു. എന്തായാലും ഇത്തവണ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തീ പാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.